തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. സ്കിൽ എന്താണ്, ടാലന്റ് എന്താണ് ഡിഫറൻസ് അറിയോ? Skill can be learned. യെസ്, സ്കിൽ ക്യാൻ ബി ലേൺഡ്. ഏതൊരാൾക്കും ഒരു സ്കില്ല് പഠിച്ചെടുക്കാം. ടാലന്റ് എന്ന് പറഞ്ഞാൽ ജന്മനാ ഉണ്ടാകും. എനിക്ക് യേശുദാസ് പാടുന്നതിനൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മിക്കവാറും ഡോറ് പുറത്തുനിന്ന് ക്ലോസ് ചെയ്താലേ ഇവിടെ പാടാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാം ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് ടാലൻ്റാണ്. അത് അവിടുന്ന് ഡെവലപ്പ്, ഒരു മിനിമം പ്ലാറ്റ്ഫോം ഉണ്ടാവണം, അവിടുന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും ട്രെയിനിങ്ങിലൂടെ. സ്കില്ലെന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഏത് സമയത്തും പഠിച്ചെടുക്കാനാണ്. നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്കില്ലും നമ്മൾ പഠിച്ചെടുത്തതാണ്, അത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ ടാലന്റ് ഈസ് ഇൻബിൽറ്റ് ആണ് ടാലന്റ് എന്ന് പറയുന്നത്. പാട്ട് പാടുക, പടം വരയ്ക്കുക, ഇതൊക്കെയാണ് ടാലന്റ്. അത് ഒരു മിനിമം പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അവിടുന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റൊന്നും ആവശ്യമില്ല, സ്കില്ലിന് അത് ആവശ്യമില്ല. ഓക്കെ, സ്കിൽ ക്യാൻ ബി ഡെവലപ്പ് ബൈ ട്രെയിനിങ്. നെക്സ്റ്റ്, അപ്പോൾ ഇനി ഇതിന് 4 ലെവലില് ഏത് സ്കില്ലും, ഇപ്പം ഏത് സ്കില്ലിന് 4 ലെവലുണ്ട്. ഈ 4 ലെവലും നമ്മൾ മനസ്സിലാക്കിയ സിമ്പിളാണ്. അത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇത് മനസ്സിലാക്കണം. ഫസ്റ്റ് ലെവലാണ് ഏറ്റവും ഒരു പ്രശ്നമില്ലാത്തൊരു ലെവലാണ്. ഇതിന് പറയുന്നത് അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി എന്നാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? നമുക്കൊന്നും അറിയാൻ മേലാതെ, ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയാൻ മേലാതെ അഭിപ്രായം പറയുന്ന ചേട്ടന്മാരും അമ്മാവന്മാരും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ നാട്ടിലും ഉണ്ടാവും. മെസ്സി ബോളുമായിട്ട് മറ്റേ ഇവരുടെ ഗോൾ പോസ്റ്റിൽ ഓപ്പോസിറ്റ് ടീമിന്റെ ഗോൾ പോസ്റ്റ് ചെല്ലുന്നു. മെസ്സി അവിടെ വെച്ചൊരു പാസ് കൊടുക്കുന്നു. നല്ല കാര്യമുണ്ടോ? അവൻ അങ്ങോട്ട് അടിക്കുന്നവരും അവൻ ഇങ്ങോട്ട് അടിക്കും. നല്ല ആവശ്യമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെവൽ അമ്മാവന്മാരും ഒക്കെ നാട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ഇത് ഈ ലെവലാണ്. കാരണം എന്ത് വേണമെങ്കിലും പറയാം. കാരണം നമുക്കറിയാൻ പറ്റാത്ത വിഷയമാണ്. എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഇപ്പം ആരെങ്കിലും നല്ല ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, 160 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ബോളിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാന്റെ അവന് വല്ല കാര്യമുണ്ടോ? അങ്ങോട്ട് അടിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങോട്ട് വിട്ടാൽ പോലെ ഇവിടെ ആരും ഇല്ലായിരുന്നൊക്കെയാ പറയുന്നത്. വല്ല കാര്യമുണ്ടോ? നമുക്കറിയാവുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം രസാരം ഒരാള് ആശുപത്രി കിടക്കുകയാണ്. ആശുപത്രി കിടക്കുന്ന സമയത്ത് അവിടെ ഒരു വേറൊരാള് ഹോമിയോ ഡോക്ടറാണ്. പുള്ളിയുടെ രോഗിയെ കാണാൻ വന്നിരിക്കുന്നു. വേറൊരു ചേട്ടൻ അവിടെ വന്നിരിക്കുന്നു. അപ്പോഴാണ് അവിടുത്തെ ECG ഗ്രാഫ് എടുത്ത് ഇവർ കൊണ്ടുവരുന്നു, നേഴ്സ് കൊണ്ടുവരുന്നു. ഡോക്ടറായിട്ടുള്ള ഹോമിയോ ഡോക്ടർ ഇവിടെ നിൽപ്പുണ്ട്. ഹോമിയോ ഡോക്ടറാന്ന് മാത്രമേ ഡോക്ടറാണല്ലോ. ECG ഗ്രാഫ് നേഴ്സ് കൊണ്ടുവരും. അങ്ങനെ തന്നെ കാണട്ടെ, മറ്റേ പാർട്ടി പറയുക, മറ്റേ പാർട്ടി വേറൊരു ബിസിനസ് നടത്തിക്കണ്ട്. കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പറയണമെങ്കിൽ. കാരണം ഒന്നും അറിയാൻ മേലെ ഒരു പ്രശ്നമില്ല നമുക്ക്. കാരണം നമുക്കൊരു അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ എന്തും പറയാം. നമുക്ക് നാണവും ഇതൊന്നും പ്രശ്നമില്ല. ഈ ലെവലാണ് പല വിഷയത്തിലും പല ആൾക്കാർക്ക് ആദ്യം. അതായത് മെസ്സിയെ നമ്മൾ വിമർശിക്കും, ആരെയും നരേന്ദ്രമോദി വിമർശിക്കും, ആരെ വേണമെങ്കിലും എന്തും വേണമെങ്കിലും പറയാം. ഇതാണ് ഫസ്റ്റ് ലെവൽ. ഇവരോട് സെക്കൻഡ് ലെവലിലേക്ക് എത്താന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുകയാണ്. മെസ്സി പറയാം, നമുക്കൊന്ന് ബോർഡ് നിർത്താം, നീ ഒന്ന് കളിച്ച് കാണിച്ചു പറഞ്ഞു. ഫസ്റ്റ് പിതൃകുമാർ സാർ ട്രേഡിങ്ങാ, ഇത്രേ ഉള്ളു. സപ്പോർട്ടർ പല ട്രേഡ് ചെയ്തോണ്ടിരിക്കുന്നവർ നിങ്ങൾ പറയല്ല. ഈ സപ്പോർട്ടർ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ അത്ര വല്ലാതെ കാണുന്നു. നീ ഒന്ന് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കി പിന്നെ നമുക്ക് മൂളി ചെയ്യുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. നീ എന്നിട്ട് ഇത്രയും കാലം ചെയ്ത ലാഭമാണ്, അതിന് പറയാനൊന്നുമില്ല. ഈ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ എനിക്ക് ഈ സബ്ജക്ട് അറിയാൻ മേലായിരുന്നു അവര് തിരിച്ചറിയുന്ന ലെവലാണ്. അതാണ് പറയുന്നത് കോൺഷ്യസ് ആയി. എനിക്ക് അറിയാൻ മേലെന്ന് അവർ അംഗീകരിച്ച് കഴിയുന്ന ലെവലാണ് കോൺഷ്യസ് കോമ്പിറ്റൻസ് എന്നാണ് ഈ ലെവലിൽ പറയുന്നത്. അവർക്ക് മനസ്സിലായി ഇതെനിക്ക് അറിയാൻ മേലാത്ത കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നതും. ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇവിടെ വെച്ച് നിർത്തി. കാരണം അവരുടെ ഈഗോ അനുവദിക്കുന്നില്ല. കാരണം എനിക്കത് നേരെയില്ല, ഇത് രാവിലെ 6:30 ക്ലാസ്സിൽ കയറണ്ടേ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ മുടക്കിനായാലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇവരുടെ ഈഗോ ചിലപ്പോൾ അനുവദിക്കുന്നില്ല. അടുത്ത ഫേസിലേക്ക് വരുമ്പോഴത്തേനും അവർ തിരിച്ചറിഞ്ഞു ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന പൊട്ടത്തരാണെന്നും വിട്ടിത്തരാണെന്നും തിരിച്ചറിയുന്ന ഒരു ലെവലാണ് സെക്കൻഡ്. ഈ സ്റ്റേജിലും വിജയിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയും. ഈ സ്റ്റേജിലും പിന്നെ കൺസേവ് എനിക്കറിയാൻ മേലാത്തൊരു വിഷയത്തിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊന്ന് പഠിച്ചെടുത്തിട്ട് ഇവനെ ഞാനൊന്ന് ഇതിന്റെ കൊമ്പെ ഞാൻ പിടിക്കും, ഇത് ഞാൻ പഠിച്ചെടുത്തിട്ടേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലാണ് ഈ കോൺഷ്യസ്. ഇവരുടെയൊക്കെ ഏറ്റവും എളുപ്പം നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാം. വണ്ടി ഓടിക്കുമ്പോൾ ഭർത്താവ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് അറിയാൻ മേലാത്ത ഭാര്യ സൈഡിൽ ഇരുന്ന് നമ്മളെ കൊണ്ട് ഡ്രൈവിംഗ് ചെയ്യും. മനുഷ്യ ഓപ്പോസിറ്റ് മറിച്ച് അതൊക്കെ പറഞ്ഞ് പറയും. കഴിയുമ്പോഴോട് കൂടി നീയൊന്ന് ഓടിച്ച് സ്റ്റിയറിംഗ് കൊടുത്തിട്ട് താഴോട്ട് നോക്കിയിട്ട് അല്ല ഇതെന്നാ ക്ലച്ച് ബ്രേക്ക് സ്റ്റിയറിംഗ് ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ നമ്മൾ എടുത്തോണ്ട് തിരികെ ഇൻഡിക്കേറ്ററും വൈപ്പറും ഇതെല്ലാം ആ കൂടി 2 കാല് കൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ കഴിയും. ആദ്യമായിട്ട് നമ്മൾ ഈ മണിച്ചിത്രത്താഴ് സിനിമയില് ഈ ഇവരാണ്
എന്നാ മോഹൻലാൽ മറ്റേ സുരേഷ് ഗോപിക്ക് ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ എങ്ങനെ അറിയണം നമ്മളൊരു രോഗിയാണ് പറഞ്ഞില്ല, അവർ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിലെത്തും. ഇതാണ് സെക്കൻഡ് ഫേസ്. എനിക്ക് അസുഖം ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ചറിയെന്ന് പറയുന്നത് എനിക്ക് ഈ പരിപാടി അറിയാൻ വരാമെന്നാണ് ആദ്യമായിട്ട്. അന്നേരം മുതൽ ഇവരനുസരിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അന്നേരം മുതലാണ് ഗ്രോത്ത് ഉണ്ടാവും. ഏത് സ്കില്ലും അങ്ങനെയാണ്. ചില ആൾക്കാർ ഇവിടെ വെച്ച് ഫസ്റ്റ് ഫേസിൽ പോകും, അവരിതിലേക്ക് കയറുക. തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് കോമ്പിറ്റൻസ് എന്ന് പറയും. അതായത് വളരെ കോൺഷ്യസ് ആയിട്ട് അവർ ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുണ്ടാക്കുന്ന നമ്മൾ റോഡിൽ പലപ്പോഴും കാണാറുണ്ട്, എൽബോർഡൊക്കെ വെച്ച്. അന്നേരം പുറകിരിക്കുക. ഞങ്ങളെ മോളെപ്പോഴും പറയും, നമ്മുടെ അവിടെ ഒരാള് അവിടെ ഒരു ഫ്രണ്ടിന്റെ അമ്മയുണ്ട് വണ്ടി ഓടിക്കുന്നത്. ഇവരെ ഇടയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇവര് എൻ്റെ മോളും ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് ബാക്കി ഇരിക്കുന്നത്. അവളുടെ അമ്മയാണ് വണ്ടി, ആ പയ്യന്റെ അമ്മയാണ് വണ്ടി ഓടിക്കുന്നത്. ഇവര് പുറകിരുന്ന് വർത്താനം പറയും. കൊന്നുകളെന്ന് പുറകിരുന്ന് വർത്താനം പറയുന്നത് പിള്ളേരോട് പറയുകയാണ് കൊന്നുകളെന്ന്. ഡ്രൈവിങ്ങിലെ കോൺസെൻട്രേഷൻ തെറ്റുമെന്ന്. ഫ്രണ്ടിലിരുന്ന് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നവർ പുറകിൽ പിള്ളേരിരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അടിക്കുന്നവർ പറയും. ഇതിനെയാണ്, ഈ അവസ്ഥയാണ് പറയുന്നത് കോൺഷ്യസ് കോമ്പിറ്റൻസ്. വളരെ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു അവസ്ഥ ആണ് തേർഡ് ഫേസ്. ഫോർത്ത് ഫേസ് എന്നാണ് അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അൺകോൺഷ്യസ് ലെവലിൽ എത്തിക്കഴിഞ്ഞു. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി ഓടിക്കാല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കില്ല് നമ്മൾ ചെയ്യാതെ പോകുന്നൊരവസ്ഥയാണ്. നമ്മളൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാരണം, ഞാൻ ഓൺലൈൻ മീറ്റിംഗ് പറഞ്ഞു, എനിക്ക് എറണാകുളത്തുനിന്ന് വണ്ടി ഓടിച്ചാൽ തൃശ്ശൂരിലേക്ക് പോവാണ്. വണ്ടി 120 കിലോമീറ്റർ ഹൈവേ ഓടിക്കൊണ്ടിരിക്കുക. ഇതിനിടയിൽ എനിക്ക് ഇച്ചിരി ക്ഷീണം പോലെ വന്നു. അന്നേരം വണ്ടിയുടെ ഡിക്കിയിൽ എനർജി ഡ്രിങ്ക് ഇരിപ്പോൾ. ഞാൻ ഡോറ് തുറന്ന് എനർജി ഡ്രിങ്ക് എടുക്കാൻ പോവാം. ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു പെട എന്നിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കാൻ ഞാൻ അന്നേരം അറിയുന്നത്. ബാക്കിൽ നിന്ന് എനർജി ഡ്രിങ്ക് എടുക്കാൻ വേണ്ടി ഡോറ് തുറന്നു. അന്നേരം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈവേകളിൽ 100-120 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ അറിയുന്നത്. ബാക്കി എല്ലാ പരിപാടിയും ഫോൺ വിളി നടക്കുന്നുണ്ട്, ബാക്കി എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട്. ഡ്രൈവിംഗ് മാത്രം ഞാൻ അറിയാതെ. ഇതുപോലെയാണ് നിങ്ങൾ പല സ്കില്ലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ അവസ്ഥ കടന്നിട്ടേ ഈ അവസ്ഥയിൽ എത്തുള്ളൂ. ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ചുമ്മാ നാച്ചുറൽ